വെടിനിർത്തലിന് അൽപായുസ് നൽകി ഗാസയിൽ ശക്തമായ ആക്രമണം തുടങ്ങാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിനെ തുടർന്ന് വീണ്ടും ഗാസയിൽ ആക്രമണം രൂക്ഷമായി. ഹമാസ് കരാർ ലംഘിച്ച് ഇസ്രായേലി പട്ടാളക്കാർക്ക് നേരെ വെടിയുതിർത്തു എന്നതും ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ താമസിക്കുന്നു എന്നതുമാണ് കാരണമായി പറയുന്നത്. ആന്ധ്രയിൽ കരതൊട്ട മോൻത ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം, ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 65 ഗ്രാമങ്ങളിൽ നിന്ന് 10,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിലും കനത്ത മഴ പെയ്തു. ഇന്ന് പുലർച്ചെയും ശക്തമായ കാറ്റുവീശി. PM ശ്രീ തർക്കത്തിൽ ഇടഞ്ഞ CPI മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് സൂചന. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടിട്ടും CPI വഴങ്ങിയിട്ടില്ല. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. ജനാധിപത്യത്തോടുള്ള കനത്ത വെല്ലുവിളിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നാലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യുമെന്ന് സൂചന. ഇതിനിടെ കസ്റ്റഡിയിൽ വിട്ട മുരാരി ബാബുവിനെയും പോറ്റിയെയും തിരുവനന്തപുരത്ത് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. 6ാമത് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം മലയാളത്തിൻ്റെ എഴുത്തമ്മ ഡോക്ടർ M ലീലാവതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൊച്ചിയിൽ സമ്മാനിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും വിജയകരമായി സമാപിച്ച സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിൽ സ്വർണ്ണക്കപ്പ് നേടിയ തിരുവനന്തപുരത്തിന് ഗവർണറുടെ ആശംസ. അടുത്ത സ്കൂൾ ഒളിമ്പിക്സ് കണ്ണൂരിൽ നടക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനവും ജീവനക്കാരുടെ ലഹരി ഉപയോഗവും തടയുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന കർക്കശമാക്കി. ഇതിനോടകം 400 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിതുരയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഉപരോധ സമരം നടത്തി. ആന ഒറ്റയ്ക്കും കൂട്ടമായും കടന്നുകയറി പല ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ജീവന് തന്നെ ഭീഷണിയാകുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റിന് ഇന്ന് മുതൽ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ അപേക്ഷയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി www.lbscenter.kerala.gov.in സന്ദർശിക്കാം. ശുചിത്വ മിഷനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾ www.shujitwamission.org ലഭിക്കും. 10ാം തലം പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അവസരമൊരുക്കുന്നു. നവംബർ 8-ന് 2ാം ഘട്ട പരീക്ഷയ്ക്ക് അവസരം നൽകും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കേരള പോലീസും സംയുക്തമായി ഇന്ന് നടത്തിയ ഈ ചെല്ലാൻ അദാലത്തിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. ഇന്ന് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലായിരുന്നു 10 മണി മുതൽ 4 മണി വരെ തുടർച്ചയായി പ്രവർത്തിച്ച അദാലത്ത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.